റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ഇടുക്കി എഴുകുംവയലിൽ മകൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. ആന്തരികാവയവങ്ങൾ പുറത്തുവന്ന നിലയ്ക്കാണ് ആന്റണിയുടെയും ഭാര്യ വത്സമ്മയുടെയും മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിന് ശേഷം പ്രതി അജീഷ് ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ബന്ധുവിന് അയച്ചു കൊടുക്കുകയായിരുന്നു. ബന്ധു ഈ ദൃശ്യങ്ങൾ ഇടവകയിലെ വൈദികന് അയച്ചു കൊടുത്തതോടെയാണ് കൊലപാതക വിവരം പുറം ലോകം അറിഞ്ഞത്. പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തിരിക്കുന്നു. അച്ഛനെയും അമ്മയെയും പറഞ്ഞുവിടാൻ ദൈവം പറഞ്ഞെന്ന വിചിത്രമായ മറുപടിയാണ് ഇയാൾ പറഞ്ഞതെന്ന് പഞ്ചായത്ത് അംഗം റെജി പറഞ്ഞു. കാരണങ്ങളൊന്നും അറിയത്തില്ല. ഇവൻ എന്തോ ഒരു വിഷാദ രോഗത്തിനും മയക്കുമരുന്നിനൊക്കെ ഒരു അടിമയാണ്. അത് ആ സാഹചര്യമായിരിക്കാം. ഇവനെ ഡീഹൈഡ്രേഷൻ സെൻ്ററിലായിരുന്നു കുറേക്കാലം. അതിനുശേഷം അവൻ വരികയാണ് ഉണ്ടായത് ഇങ്ങോട്ട്. വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. പുറത്ത് നാട്ടുകാരൊന്നും ഒച്ചയോ ബഹളമോ കാര്യങ്ങളോ ഒന്നും കേട്ടിട്ടില്ല. ഈ പാരീസിലെ അച്ഛന് ഇവൻ വാട്സപ്പിൽ ഈ ഫോട്ടോ അയച്ചു കൊടുത്ത് അങ്ങനെ ആ അച്ഛൻ ഈ എഴുമലിലെ വികാരി അച്ഛനെ അയച്ചു കൊടുത്ത് അങ്ങനെയാണ് ഈ സംഭവം അറിയുന്നത്. അല്ലെങ്കിൽ ആരും അറിയത്തില്ല. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തുക, അവരുടെ ആന്തരികാവയവങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്, അതിന്റെ ദൃശ്യമെടുത്ത് വൈദികന് അയച്ചു കൊടുത്തിരിക്കുന്നു, ബന്ധുവിന് അയച്ചു കൊടുത്തിരിക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? ഇയാൾ മയക്കുമരുന്നിന് അടിമയാണോ? സ്മൃതി, ഈ പ്രതിയായിട്ടുള്ള അജീഷ് ലഹരിക്ക് അടിമയാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നാട്ടുകാരും അത്തരത്തിലുള്ള മൊഴി തന്നെയാണ് പോലീസിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഈ കൃത്യം നടത്തുമ്പോഴും പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു. ആ ലഹരിയുടെ പുറത്താണ് ഈ കൊലപാതകം നടത്തിയതെന്ന ഒരു പ്രാഥമിക വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. ഇന്നലെ രാത്രിയിൽ ചോദ്യം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെയാണ് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തത്. അല്പസമയം മുമ്പാണ് ഈ കൃത്യം നടത്തിയ വീട്ടിലെത്തി പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് സംഘം മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതിനിടെ ഈ തെളിവെടുപ്പ് നടത്തുന്നതിനിടയിൽ തന്റെ അമ്മ എവിടെ എന്ന ഒരു വിചിത്ര ചോദ്യം കൂടി ഈ പ്രതി ചോദിച്ചു. അതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതെല്ലാം കള്ളമാണെന്ന് പ്രതി അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറയുകയും ചെയ്തു. ഇന്നലെ താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ വീട് ഇങ്ങനെ ആയിരുന്നില്ല. ഇതിൽ തനിക്കെതിരെ ആരുടെയൊക്കെ ഭാഗത്തുനിന്നും തെറ്റായ പ്രവണതകൾ ഉണ്ടായി എന്ന ഒരു കാര്യം കൂടി പ്രതിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ലഹരി ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വിശദമായി തന്നെ ഈ പ്രതിയായിട്ടുള്ള അജീഷിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രതി മദ്യപിച്ച് വീട്ടിലെത്തിയ ശേഷം മാതാപിതാക്കളുമായി ബഹളം ഉണ്ടാക്കുമായിരുന്നു. സ്വത്തിന്റെ പേരിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കാരണങ്ങളാകാം കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന ഒരു വിലയിരുത്തലിലാണ് ഉള്ളത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് എഴുകുംവയലിൽ ഉണ്ടായത്. രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷം ഈ കൊലപാതകത്തിന് ശേഷം ഇവരുടെ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതുകൂടാതെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ബന്ധുവിനും വികാരി അച്ഛനും അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ക്രൂരത പുറം ലോകം അറിയുകയും ചെയ്യുന്നത്. രണ്ടുപേരും ഈ നാട്ടുകാരെത്തിയപ്പോൾ രണ്ടുപേരും മരണപ്പെട്ട നിലയിലായിരുന്നു കാണപ്പെടുകയും ചെയ്തത്. തുടർന്നാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രതിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ഇന്ന് നടക്കുന്ന ചോദ്യം ചെയ്യലിൽ ഈ കൊലപാതകത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. സ്മൃതി, ഏതായാലും അതിക്രൂരമായ കൊലപാതകം തന്നെയാണ്. മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ മകൻ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ബന്ധുവിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.